ക്ലാസ്സിലെ കെമിസ്ട്രിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയ ഭാഗം നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ കാർബൺ ടെട്രാക്ലോറൈഡിൽ നടക്കുന്ന ബന്ധനത്തെ കുറിച്ചാണ്. അതായത് CCl4 കാർബൺ ടെട്രാക്ലോറൈഡിൽ നമ്മൾ അവസാനം പഠിപ്പിച്ചു നിർത്തി അല്ലേ. മറ്റു ചില എക്സാമ്പിൾസ് കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അതാ ശ്രദ്ധിക്കുക. ഒന്നാം മീഥൈൻ. ഇപ്പൊ മീഥൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മീഥൈൻ ഒരു കാർബൺ 4 ക്ലോറിനും ആറ്റവുമായിട്ടാണ് ഇവിടെ സംയോജിക്കുന്നത്. എങ്ങനെയാണ് ഒരു കാർബൺ 4 ക്ലോറിനുമായിട്ട് സംയോജിച്ചത്? നമ്മൾ നേരത്തെ പഠിച്ച അതേ ഒരു മെത്തേഡ് തന്നെയാണ്. കാർബൺ ടെട്രാക്ലോറൈഡിൽ നമ്മൾ എന്താണ് നമ്മൾ പഠിച്ചത്, അത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ മീഥൈൻ സംയോജിച്ചത്. ഒരു കാർബൺ, ഇവിടെ നമ്മൾ ചിത്രം ഞാൻ വരയ്ക്കാം, പുസ്തകത്തിലില്ല. ഒരു കാർബണിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം, കാർബണിന്റെ 6 ആണ്. അപ്പോൾ 2 4 കാർബൺ നമുക്കറിയാം അറ്റോമിക്. അപ്പം 4 ഇവിടെ ഇലക്ട്രോൺ കൊടുക്കണം, 4 ഡോട്ട് കൊടുക്കുക ഔട്ടർ മോസ്റ്റിൽ നമ്മൾ പഠിച്ചു. ഒരു കാർബൺ. ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 4 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. ഹൈഡ്രജന് ഒരു ഡോട്ടാണ്, ഇലക്ട്രോൺ അറ്റോമിക് നമ്പർ 1 ഇലക്ട്രോൺ. പക്ഷെ 4 ഹൈഡ്രജനുമായിട്ടാണ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. ഒരു കാർബൺ 4 ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 4 ഹൈഡ്രജൻ വരയ്ക്കുന്നതിന് പകരം നമുക്ക് ഇവിടെ ഒരു 4 അങ്ങ് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ കാർബൺ ടെട്രാക്ലോറൈഡിൽ പഠിച്ചതുപോലെ 4 കൊടുക്കുക. അപ്പൊ 4 ഹൈഡ്രജൻ ആയി കഴിഞ്ഞു അല്ലെ. ഇവിടെ 2 പേർക്കും ഇവിടെ സ്റ്റെബിലിറ്റി പ്രാപിക്കണമെങ്കിൽ 8 ഇലക്ട്രോൺ വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കാർബണും ഹൈഡ്രജനും തമ്മിൽ ഇലക്ട്രോൺ പങ്കുവെക്കണം, ഇലക്ട്രോൺ ഷെയറിംഗ് നടത്തണം അല്ലെ. ഇവിടെ എങ്ങനെയാണ് ഷെയറിംഗ് നടത്തുന്ന രീതി ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നടുക്ക് കാർബൺ കൊടുക്കുക. നമ്മൾ നേരത്തെ കാർബൺ ടെട്രാക്ലോറൈഡ് പഠിച്ചതുപോലെ തന്നെ കാർബൺ കൊടുക്കുക. കൊടുത്തു. 4 ഹൈഡ്രജൻ വരിക, 4 ഹൈഡ്രജൻ കൊടുക്കുക. കൊടുത്തു. നാല് ഹൈഡ്രജൻ. പുസ്തകത്തിൽ ഇല്ല, ചിത്രം വേണമെന്നുള്ളവരെ വരച്ച് മനസ്സിലാക്കി പഠിക്കുക. 4 ഹൈഡ്രജൻ. ഇപ്പൊ 4 ഹൈഡ്രജന് ഓരോ ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഹൈഡ്രജന് 1 ഇലക്ട്രോൺ. ആ 1 ഇലക്ട്രോണിനെ കാർബണിന് പങ്കുവെക്കാൻ വേണ്ടി, ഷെയർ ചെയ്യാൻ വേണ്ടി നൽകുകയാണ്, കൊടുക്കുകയാണ്. അപ്പൊ ആ 1 ഇലക്ട്രോൺ ഞാൻ ഇതിനകത്ത് ഇടുക. ഹൈഡ്രജൻ, എല്ലാ ഹൈഡ്രജനും കാർബണിന് 1 ഇലക്ട്രോൺ കൊടുക്കാം, കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ആ ബോണ്ടിങ്ങിൽ, അതായത് ബന്ധനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, സംയോജിക്കുന്നതിന് വേണ്ടി ഹൈഡ്രജന്റെ 1 ഇലക്ട്രോൺ ബോണ്ടിങ്ങിന് ഷെയർ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇനി കാർബണിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ ഉണ്ട്. ആ 4 ഇലക്ട്രോൺ അതും സംയോജിക്കുന്നതിന് വേണ്ടി, അതായത് ബന്ധനത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി പങ്കുവയ്ക്കാൻ വേണ്ടി നൽകുക. ഓരോ കാർബണിന്റെ ഈ 4 ഇലക്ട്രോൺ ഓരോ ഹൈഡ്രജന് കൊടുക്കും. ഓരോ ഹൈഡ്രജനും ഓരോന്ന് കൊടുത്തു. ഇപ്പം നിങ്ങൾ നോക്കുക, കാർബണിന് 8 ഇലക്ട്രോൺ ആയോ നോക്കുക. 2 4 6 8. കാർബണിന് 8 ഇലക്ട്രോൺ ആയി കഴിഞ്ഞു. ഇനി ഹൈഡ്രജന് 2 ഇലക്ട്രോൺ മതിയാവും. കാരണം ഹൈഡ്രജന് 2 ഇലക്ട്രോൺ കിട്ടുമ്പോൾ K ഷെല്ല് കംപ്ലീറ്റ് ആവും. അപ്പൊ ഹീലിയത്തിന്റെ ഘടനയിലേക്ക് വരും. ഹൈഡ്രജന് 2 ഇലക്ട്രോൺ ആകുമ്പോൾ ഹീലിയത്തിന്റെ സ്ട്രക്ചർ ആകുകയാണ്. എന്ന് പറഞ്ഞാൽ K ഷെല്ല് കംപ്ലീറ്റ് ആകുകയാണ്. അപ്പൊ അത് ഇനേർട്ട് എലമെന്റ് ആയിട്ട് മാറും ഹൈഡ്രജൻ. അത് അലസവാതകമായിട്ട് അങ്ങ് മാറും. അപ്പൊ ഹൈഡ്രജന് 8 ഇലക്ട്രോൺ വേണമെന്നില്ല, 2 ഇലക്ട്രോൺ മതിയാവും ഹൈഡ്രജന് സ്റ്റെബിലിറ്റി പ്രാപിക്കുന്നത്, സ്ഥിരത പ്രാപിക്കുന്നത്. അപ്പൊ ഹൈഡ്രജന് K ഷെല്ല് കംപ്ലീറ്റ് ആകുന്നത് കൊണ്ട് 2 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 2 പേരും തമ്മിൽ ഇവിടെ ഇലക്ട്രോൺ പങ്കുവെച്ച്, അതായത് കാർബണും ഹൈഡ്രജനും തമ്മിൽ ഇലക്ട്രോൺ പങ്കുവെച്ചു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാർബൺ ഹൈഡ്രജനുമായിട്ട് എത്ര ജോഡി പങ്കുവെച്ചു? 1 ജോഡിയാണ്. കാർബൺ 1 ഹൈഡ്രജനുമായിട്ട് 1 ജോഡിയാണ് പങ്കുവെച്ചത്. എല്ലാ ഹൈഡ്രജനും അങ്ങനെ തന്നെയാണ്. കാർബണുമായിട്ട് 1 ജോഡിയാണ് പങ്കുവെച്ചത്. നമ്മൾ നോക്കുമ്പോൾ അല്ല അല്ലേ. അപ്പൊ നമുക്ക് അതിനെ ഇപ്പം നമ്മൾ സൂചിപ്പിക്കുന്നതാണ് കാർബൺ 1 ഹൈഡ്രജൻ, 1 ഹൈഡ്രജൻ, 1 ജോഡി സിംഗിൾ ബോണ്ട്, ഒരു വര സിംഗിൾ ബോണ്ട്. കാർബൺ 1 ഹൈഡ്രജനുമായിട്ട് 1 ജോഡി ഇലക്ട്രോൺ പങ്കുവയ്ക്കുന്നു. അപ്പൊ ഹൈഡ്രജന്റെ വാലൻസി, സംയോജകത എത്രയും ചോദിച്ചത് 1. എന്നാൽ ഈ 4 ഹൈഡ്രജനുമായിട്ട് 1 കാർബണാ പങ്കെടുത്തത്. അപ്പൊ ഹൈഡ്രജൻ 4 ഹൈഡ്രജൻ, കാർബൺ 4 ഹൈഡ്രജനുമായിട്ടാണ് പങ്കെടുത്തത്. കാർബൺ 4 ഹൈഡ്രജനുമായിട്ട്. അപ്പോൾ എത്ര ബന്ധനത്തിൽ ഏർപ്പെട്ടു? 4 ബന്ധനത്തിൽ ഏർപ്പെട്ടു. 1 2 3 4. കാർബൺ 4 ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുക. അപ്പൊ കാർബണിന്റെ വാലൻസി എത്രയും ചോദിച്ചാൽ 4 ആണ്. കാർബണിന്റെ വാലൻസി 4.
അപ്പൊ CH4 കാർബണിന്റെ വാലൻസി 4 കാരണം കാർബൺ 4 ബന്ധനത്തിൽ ഏർപ്പെടുകയാണ്. ഇനി ഹൈഡ്രജന്റെ വാലൻസി എത്ര ചോദിച്ചാൽ 1 കാരണം ഹൈഡ്രജൻ കാർബണും ഓരോ ഹൈഡ്രജൻ കാർബണുമായിട്ട് ഒരു ബന്ധനമാണ് ഏർപ്പെടുന്നത്, ഒരു ബന്ധനത്തിലാണ് വരുന്നത്. കാരണം അതാണ്ട് ഒരു ജോഡി ഒരു ബന്ധനത്തിലാണ് വരുന്നത്, ഓരോ ഹൈഡ്രജൻ ഓരോ ബന്ധനമാണ്. അപ്പൊ ഹൈഡ്രജന്റെ വാലൻസി 1, കാർബണിന്റെ വാലൻസി ഇവിടെ കാർബൺ 4 ബന്ധനത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് കാർബണിന്റെ വാലൻസി 4. അപ്പൊ ഇങ്ങനെ ഉള്ള എക്സാമ്പിൾസ് ഇതാ പുസ്തകത്തിൽ വേറെയും കിടപ്പുണ്ട്. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എങ്ങനെയാ വരയ്ക്കുക? അത് പുസ്തകത്തിൽ ചിത്രം വരച്ച് കൊടുത്തിട്ടില്ല, ഡോട്ട് ഡയഗ്രം ഇല്ല, ഞാൻ വരച്ച് കിട്ടുകയില്ല. ഹൈഡ്രജന്റെ ഒരെണ്ണം കൊടുക്കുക, 1 ഇലക്ട്രോൺ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചിത്രമാണ്, വളരെ എളുപ്പമായിട്ടുള്ള ഒരു പടമാണ്. ഇതാ ഹൈഡ്രജന് കൊടുത്തു. അടുത്ത ആരാണ്? ഫ്ലൂറിൻ നമുക്കറിയാം, ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9, 27. അപ്പൊ 27 ആവുമ്പോ 7 ഡോട്ട് കൊടുക്കുക. കൊടുത്തു. ഇവിടെ ഹൈഡ്രജനും ഫ്ലൂറിൻ തമ്മിൽ എങ്ങനെയാണ് ബന്ധനത്തിൽ ഏർപ്പെടുന്നത്, എങ്ങനെയാണ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നത്, എല്ലാം പങ്കുവയ്ക്കുന്നത് അല്ലേ. ഈ ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ ഫ്ലൂറിന് അവിടെ നിന്ന് 1 ഇലക്ട്രോൺ ഇങ്ങോട്ടും, അതിന്റെ ചിത്രം വരയ്ക്കുക. ഹൈഡ്രജന്റെ 1 ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുത്തു. ഓക്കെ. ഫ്ലൂറിൻ 7 ഇലക്ട്രോണിൽ ഒരെണ്ണം ഹൈഡ്രജന് പങ്കെടുക്കാൻ വേണ്ടി കൊടുക്കുക, ബന്ധനത്തിൽ ഏർപ്പെടാൻ കൊടുക്കുക, ബാക്കി 6 എണ്ണം. പിന്നെ നോക്കുക, ഫ്ലൂറിന് ആവശ്യമായ 8 ആയി കഴിഞ്ഞു. 2, 4, 6, 8. ഫ്ലൂറിന് ആവശ്യമായ 8 ആയി കഴിഞ്ഞു, അതായത് സ്റ്റെബിലിറ്റി പ്രാപിച്ചു കഴിഞ്ഞു. ഹൈഡ്രജന് ആവശ്യമായ 2 കിട്ടിക്കഴിഞ്ഞു. ഹൈഡ്രജൻ 2 കിട്ടുമ്പോൾ ഹൈഡ്രജന് കേഷനിൽ കംപ്ലീറ്റ് ആവും, അത് സ്ഥിരത കൈവരിക്കും. അപ്പൊ ഇവിടെ ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിൽ എത്ര ജോഡി പങ്കുവച്ചു? 1 ജോഡി. അതിനെ എങ്ങനെയാ സൂചിപ്പിക്കുക? ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ഫ്ലൂറിൻ. ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ഫ്ലൂറിൻ. അപ്പൊ ഇതുപോലെയുള്ള എക്സാമ്പിൾസ് ഒക്കെ ഇങ്ങനെ 2 നോൺ മെറ്റൽസ്, ഇവിടെ ഹൈഡ്രജനും നോൺ മെറ്റൽസ്, ഫ്ലൂറിനും നോൺ മെറ്റൽസ്, 2 അലോഹങ്ങൾ. അതുപോലെ ഇവിടെ കാർബൺ ഹൈഡ്രജൻ 2 അലോഹങ്ങൾ. ഇങ്ങനെ 2 അലോഹങ്ങൾ തമ്മിൽ ബന്ധനത്തിൽ ഏർപ്പെട്ടാൽ അത് സഹസംയോജക ബന്ധനമാണ്. ആ സംയുക്തത്തെ സഹസംയോജക സംയുക്തം എന്ന് പറയും, കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഇവിടെ നമുക്ക് തീരുകയാണ്, ഈ സെക്ഷൻ. അതായത് 2 തരം ബന്ധനം, ഒന്ന് അയോണിക ബന്ധനം, രണ്ടാമത്തത് സഹസംയോജക ബന്ധനം. അപ്പൊ 2 തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് അടുത്ത പോർഷനിലേക്ക് പോവുകയാണ്. അയോണിക ബന്ധനത്തിൽ പങ്കെടുക്കുന്നത് 1 മെറ്റലും 1 നോൺ മെറ്റലും. തെറ്റരുത്, അയോണിക ബന്ധനത്തിൽ പങ്കെടുക്കുന്നത് 1 മെറ്റലും 1 നോൺ മെറ്റലും. നമ്മൾ എക്സാമ്പിൾസ് ഇഷ്ടം പോലെ പഠിച്ചു. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ എക്സാമ്പിൾ പഠിച്ചു. ഇനി സഹസംയോജനം, അത് അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ, ഇലക്ട്രോൺ കൈമാറ്റമാണ്. ഒരാൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു, മെറ്റൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു, അതായത് ലോഹം ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു. നോൺ മെറ്റൽ അലോഹം ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇലക്ട്രോൺ സ്വീകരിക്കുന്നു. അവിടെ അങ്ങനെയാണ് ബന്ധനത്തിൽ പങ്കെടുക്കുന്നത്. കൊടുക്കൽ വാങ്ങൽ, മലയാളത്തിൽ പറയുമ്പോൾ കൊടുക്കൽ വാങ്ങൽ. മെറ്റൽ കൊടുക്കുന്നു, ലോഹം കൊടുക്കുന്നു, അലോഹം സ്വീകരിക്കുന്നു. അവിടെ നടക്കുന്ന ബന്ധനം അതാണ്. ഇത്ര സംയുക്തങ്ങളെ അയോണിക സംയുക്തങ്ങൾ എന്ന് സാധാരണയായിട്ട് വിളിക്കും. വളരെ പ്രധാനമാണ്. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക, ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണായിട്ട് മാറും. ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോൺ, മറ്റത് ഇലക്ട്രോൺ സ്വീകരിച്ച് നെഗറ്റീവ് അയോണായിട്ട് മാറും. പോസിറ്റീവ് അയോണുകളെ നെഗറ്റീവ് അയോണുകൾ നമ്മൾ പഠിച്ചു. കാഷൻസ് എന്ന അയോൺസ് എന്നൊക്കെ നമ്മൾ പഠിച്ചു, ആനയോണുകൾ എന്ന് കാറ്റോണുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമുക്ക് 2 വ്യത്യസ്തമായിട്ടുള്ള 2 അലോഹങ്ങളാണ്. ഇനി അതായത് ഇവിടെ 2 തരം ഉണ്ടെന്ന് നമ്മൾ പഠിക്കും. സഹസംയോജകം 2 ടൈപ്പ്, ഒരേ ഇന ആറ്റങ്ങൾ തമ്മിലുള്ള സംയോജനം. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഡൈഅറ്റോമിക് മോളിക്യൂൾസ്, ദ്വയാറ്റോമിക തന്മാത്രകൾ, അതായത് ഫ്ലോറിൻ, ക്ലോറിൻ, നൈട്രജൻ ഇങ്ങനെ വരുന്നത്. അതൊക്കെ ഒരേ ഇന ആറ്റങ്ങളാണ് അല്ലേ. 2 നോൺ മെറ്റൽ തന്നെ ഒരേ ഇന ആറ്റങ്ങളാണ്. അത്തരത്തിൽ വരുന്നത് അവിടെ നടക്കുന്നത് ഇലക്ട്രോൺ പങ്കുവയ്ക്കലാണ്. സഹസംയോജക ബന്ധനത്തിൽ നടക്കുന്നത് പങ്കുവയ്ക്കലാണ്, ഇലക്ട്രോൺ ഷെയറിംഗ് ആണ്. രണ്ടാമത് 2 വ്യത്യസ്തമായിട്ടുള്ള നോൺ മെറ്റലാണ്. 2 നോൺ മെറ്റൽ തന്നെ വ്യത്യസ്തമായിരിക്കും. നമ്മളിപ്പോൾ പഠിച്ചതാ ഇതാണ്ട് മീഥേൻ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, വാട്ടർ, കാർബൺ ടെട്രാ ക്ലോറൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഇങ്ങനെ വരുന്ന എക്സാമ്പിൾസ് ഇവിടെ നടക്കുന്നതൊക്കെ അതായത് കോവാലന്റ് ആണ്, സഹസംയോജക ബന്ധനം, ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ, ഇലക്ട്രോൺ ഷെയറിംഗ് ആണ് അല്ലെ. ഇങ്ങനെ ഇലക്ട്രോൺ ഷെയറിംഗ് വഴി
അതായത് കോവാലന്റ് ബോണ്ടിങ് വഴി ഉണ്ടാകുന്ന കോമ്പൗണ്ട്സുകളെയൊക്കെ നമുക്ക് കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം. ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ കോവാലന്റ് ബോണ്ടിങ് ആർ കാൾഡ് കോവാലന്റ് കോമ്പൗണ്ട്സ്. കോവാലന്റ് കോമ്പൗണ്ട്സ് അതായത് സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? സഹസംയോജക സംയുക്തങ്ങൾ എന്ന് വിളിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ബന്ധനങ്ങളെല്ലാം കോവാലന്റ് ബോണ്ടിങ് എന്ന് സാധാരണ അറിയപ്പെടും. അപ്പൊ ഇത് പുസ്തകത്തിൽ കിടക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. കുറെ കിടപ്പുണ്ട് പുസ്തകത്തിൽ. കാർബൺ ടെട്രാക്ലോറൈഡ് കിടപ്പുണ്ട്, ഹൈഡ്രജൻ ക്ലോറൈഡ് കിടപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് വരച്ചു പഠിക്കാൻ വേണ്ടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ പുസ്തകത്തിൽ. ഞാൻ 2 എണ്ണം വരച്ചിട്ട് കഴിഞ്ഞു. നിങ്ങൾ വാട്ടർ വരച്ചു പഠിക്കുക. ഇതോടുകൂടി ആ സെക്ഷൻ അങ്ങ് അവസാനിക്കുക. ഇനി അടുത്ത സെക്ഷനിൽ അങ്ങ് പോവുക. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ലേ? അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് സഹസംയോജക ബന്ധനം വഴി ആ ബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യാനുള്ള, ആകർഷിക്കാനുള്ള അതാത് ആറ്റത്തിന്റെ കഴിവിനെ, ഓരോ ആറ്റങ്ങൾക്കും ഇലക്ട്രോണുകൾ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് വ്യത്യസ്തമാണ് അല്ലേ? ഇപ്പൊ ഫ്ലൂറിന്റെ കഴിവായിരിക്കില്ല ഓക്സിജൻ, ഓക്സിജന്റെ കഴിവായിരിക്കില്ല നൈട്രജൻ. ഓരോ ആറ്റത്തിനും ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ വാട്ട് ഈസ് ഇലക്ട്രോ നെഗറ്റീവ് എന്നുള്ള പുസ്തകത്തിലിട്ട് വരച്ച് അടയാളപ്പെടുത്തി വയ്ക്കുക. ഇൻ എ കോവാലന്റ് ബോണ്ട് the relative ability of each atom to attract the bonded pair of electrons towards itself is called electronegativity. ഒരിക്കൽ കൂടെ, in a covalent bond the relative ability of each atom to attract the bonded pair of electrons towards itself is called electronegativity. അതായത് കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടുന്ന ഓരോ ആറ്റങ്ങൾക്കും ഇലക്ട്രോണുകളെ, അതായത് സഹസംയോജക ബന്ധനത്തിൽ പങ്കെടുക്കുന്ന ഓരോ ആറ്റങ്ങൾക്കും ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള അതാത് ആറ്റങ്ങൾക്കുള്ള, ഓരോ ആറ്റങ്ങൾക്കുള്ള കഴിവിനെ വിളിക്കുന്ന പേര്, ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യാനുള്ള ബന്ധനത്തിൽ പങ്കെടുക്കുന്ന ആ ഇലക്ട്രോൺ ജോഡികളെ, ഇലക്ട്രോൺ പെയേഴ്സിന്, ആ ഇലക്ട്രോൺ പങ്കെടുക്കുന്ന ഇലക്ട്രോൺ ജോഡികളെ, ബോണ്ടിൽ ഏർപ്പെടുന്ന, ബന്ധനത്തിൽ ഏർപ്പെടുന്ന ഇലക്ട്രോൺ ജോഡികളെ അട്രാക്ട് ചെയ്യാനുള്ള, ആകർഷിക്കാനുള്ള ഓരോ ആറ്റത്തിന്റെ കഴിവ്, അതാത് ആറ്റത്തിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽസ്. ഇത് കണ്ടുപിടിക്കാൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ ഉണ്ട്. ഓരോ എലമെന്റിന്റെയും അതിന്റെ ആ കഴിവ്, ഇലക്ട്രോൺസ് ആ പെയേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ്, ഇലക്ട്രോൺ ജോഡികളെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കണ്ടുപിടിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ ഉണ്ട് കേട്ടോ. ഈ നെഗറ്റിവിറ്റി സ്കെയില് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ലിനസ് പോളിംഗ് എന്നൊരു സയന്റിസ്റ്റ് ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയില് കണ്ടുപിടിച്ചത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് ലിനസ് പോളിംഗ് എന്നൊരു സയന്റിസ്റ്റ് ആണ്. ഈ സ്കെയിലിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ, എലമെന്റ്സിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി, മൂലകങ്ങളുടെ ആ ഇലക്ട്രോൺ ജോഡികളെ അട്രാക്ട് ചെയ്യാനുള്ള ഓരോ എലമെന്റിന്റെ കഴിവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലിൽ 0 മുതൽ 4 വരെയുള്ള സംഖ്യകളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 0 മുതൽ 4 വരെയുള്ള സംഖ്യകളാണ് അതിൽ ആ സ്കെയിലിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ആ സ്കെയിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടിയ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണപ്പെടുന്നത് ഫ്ലൂറിൻ എന്ന എലമെന്റിനാണ്. അപ്പോൾ ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ പുസ്തകത്തിൽ ആ ഒൺവേഡ് കിടപ്പുണ്ട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് കിടപ്പുണ്ട്. അതൊക്കെ വരച്ചിടുക. ലിനസ് പോളിംഗ് എന്നൊരു സയന്റിസ്റ്റ് ആണ്. ആ സ്കെയിലിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 0 മുതൽ 4 വരെയുള്ള സംഖ്യകളാണ്. ആ സ്കെയിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണപ്പെടുന്നത് ഫ്ലൂറിൻ എന്ന എലമെന്റിനാണെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇതാണ് നമുക്ക് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു കോമ്പൗണ്ട്, അതായത് ഒരു സംയുക്തം കോവാലന്റ് ആണോ അതോ അയോണിക് ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതില് ആ പങ്കെടുക്കുന്ന സംയുക്തത്തിൽ പങ്കെടുക്കുന്ന എലമെന്റുകളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക്
അവിടെ അത് ഒരു സംയുക്തം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പൊ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ മഗ്നീഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽസ്യം ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നിട്ട് ആ കോമ്പൗണ്ട് ഏത് ടൈപ്പാണ്, അതായത് അയോണിക സംയുക്തമാണോ സഹസംയോജക സംയുക്തമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിൽ ഉള്ള എലമെന്റിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കിട്ടിയാൽ മതി. ഇലക്ട്രോ നെഗറ്റിവിറ്റി അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കാണെങ്കിൽ സംയുക്തത്തിന്റെ പേര് തന്നിട്ട് ബ്രാക്കറ്റിൽ അതിലടങ്ങിയിരിക്കുന്ന എലമെന്റിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് തരും. ബ്രാക്കറ്റിലാണ് നിങ്ങൾ തന്നിരിക്കും. അപ്പൊ നിങ്ങൾ അത് കണ്ടുപിടിക്കേണ്ട രീതി നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അതായത് കണ്ടുപിടിച്ച രീതി ഞാൻ പറഞ്ഞത്. ഉദാഹരണം, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് അല്ലേ, അപ്പൊ നെഗറ്റീവ് ഇവർ രണ്ടുപേരും നെഗറ്റീവ് തരികയാണ്, സോഡിയത്തിന്റെയും ക്ലോറിന്റെയും തരികയാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലെ വ്യത്യാസം 1.7 1.7 കൂടുതലോ വരികയാണെങ്കിൽ അത് അയോണിക സംയുക്തമായിരിക്കും, അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. ഒരിക്കൽ കൂടി, രണ്ട് എലമെന്റുകൾ തമ്മിലുള്ള, അപ്പൊ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊന്ന്, ഇപ്പൊ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ സോഡിയം ക്ലോറിൻ തമ്മിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലെ വ്യത്യാസം നോക്കണം നിങ്ങൾ. ആ വ്യത്യാസം നോക്കുമ്പോൾ 1.7 കൂടുതലോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ ഉത്തരം എഴുതാൻ സാധിക്കും, അത് അയോണിക് കോമ്പൗണ്ട് ആണ്. ഇനി 1.7 കുറവാണെങ്കിൽ അത് കോവാലന്റ് ആയിരിക്കും, അതായത് സഹസംയോജക സംയുക്തമായിരിക്കും. അപ്പോൾ നിങ്ങളെ ടെസ്റ്റിൽ ഒന്നിൻ്റെ എക്സാമ്പിളൊക്കെ നിങ്ങൾ അത് തന്നെ എഴുതി പഠിച്ചോണ്ടാൽ മതി. പുസ്തകത്തിനകത്ത് പുസ്തകമുള്ളവർ എടുക്കുക. പുസ്തകമുള്ള എടുത്തിട്ട് നിങ്ങൾക്ക് പുസ്തകത്തിൽ ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ അതിന്റെ താഴെ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിടപ്പുണ്ടാവും. അത് അവിടെ കിടപ്പുണ്ട്. The difference in the electronegativity values of elements in a compound is 1.7 or more. 1.7 1.7 കൂടുതലോ ആണെങ്കിൽ 1.7 അതായത് രണ്ട് എലമെന്റുകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 1.7 കൂടുതൽ വരികയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് the compound generally shows ionic compounds. The compound shows generally ionic character, ionic compound ആയിരിക്കും. If it is less than 1.7 അതായത് 1.7 കുറവാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വരച്ചിടുക. ഇത് കോമ്പൗണ്ട് ജനറലി ഷോസ് കോവാലന്റ് ക്യാരക്ടർ. അത് കോവാലന്റ് സ്വഭാവമായിരിക്കും, സഹസംയോജക സ്വഭാവമായിരിക്കും. ഇതാണ് നിങ്ങൾക്ക് ടേബിൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു 5 കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ പുസ്തകമുള്ളവർ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുന്നത് ഒന്നാമത്തെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ ചേർന്നാൽ നിങ്ങൾക്ക് അറിയാം. കാർബണും ഓക്സിജനും ചേർന്നതാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് CO2 ഉണ്ടാണ്. ഇത് കാർബൺ മോണോക്സൈഡ് CO. അപ്പൊ കാർബണിന്റെയും ഓക്സിജന്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഏത് കോമ്പൗണ്ട് ആണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ബ്രാക്കറ്റിൽ തരും. ഇവിടെ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കാർബണിന്റെ 3.44, കാർബണിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 3.44 മൈനസ് ഓക്സിജന്റേത് തിരിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3.44 എന്ന് പറയുന്നത് ഓക്സിജനും 2.55 എന്ന് പറയുന്നത് കാർബണുമാണ്. അപ്പോൾ ഈ 3.44 നിന്ന് മൈനസ് കൊടുത്ത് 2.55 കുറയ്ക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ 0.89. 0.89 എന്ന് പറയുമ്പോൾ 1.7 കുറവാണ്. അപ്പോൾ 1.7 കുറവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഉത്തരം കൊടുക്കാം. അത് ഏത് ക്യാരക്ടർ ആണെന്ന് ചോദിച്ചാൽ കോവാലന്റ് ക്യാരക്ടർ. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങൾക്ക് ഫിൽ ചെയ്യാം. അടുത്ത് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പൊ സോഡിയം ക്ലോറൈഡ് നിങ്ങൾ നോക്കുമ്പോൾ സോഡിയത്തിന്റെയും ക്ലോറിന്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി അറിയണം. അപ്പൊ സോഡിയത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് തൊട്ട് മുകളിൽ പീരിയോഡിക് ടേബിളിന്റെ ഒരു കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ടെസ്റ്റില്. അതിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓരോ എലമെന്റിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഡിയത്തിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഡിയത്തിൻ്റെത് 0.93 എന്നാണ്. സോഡിയത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് ക്ലോറിന്റേത് വലതുവശത്ത് കിടപ്പുണ്ട് 3.16 ആണ് ക്ലോറിന്റെ അല്ലേ. അപ്പൊ ക്ലോറിന്റെ നിങ്ങൾ നോക്കുക. ഇവരാണ്. അപ്പൊ നമുക്ക് സോഡിയം ക്ലോറൈഡ് ഏത് സംയുക്തമാണെന്ന് അറിയണം, അതായത് ഏത് സ്വഭാവമാണെന്ന് അറിയണം. സോഡിയം ക്ലോറൈഡ്
രണ്ടുപേരുടെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി അറിഞ്ഞാൽ മാത്രം മതിയാവും. രണ്ടുപേരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ട്. നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾ ആരും പേടിക്കേണ്ട, ബ്രാക്കറ്റിൽ തരും. നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട. ഇതിനകത്ത് കിടക്കുന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി നിങ്ങൾ മെനക്കെട്ടിരുന്ന് ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, പരീക്ഷയ്ക്ക് ബ്രാക്കറ്റിൽ തരും. ഇവിടെ ക്ലോറിൻ്റെ എത്ര? 3.16. അപ്പോൾ 3.16 മൈനസ് 0.93. ഇത് കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കുക. നമുക്ക് കുറച്ച് നോക്കാം. അതാ 6ൽ നിന്ന് 3 പോയാൽ 3, 1ൽ നിന്ന് 9 പോലെ. അപ്പൊ ഇപ്പോൾ 1 എടുക്കുക. അപ്പൊ 11, 11ൽ നിന്ന് 9 പോയാൽ 2. ഇവിടെ ബാക്കി എത്ര ഉണ്ട്? അപ്പൊ 2.23 എന്ന് കിട്ടും ആൻസർ. അപ്പൊ 2.23 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1.7ൽ കൂടുതലാണോ കുറവാണോ? 1.7ൽ കൂടുതലാണ്. അപ്പൊ 1.7ൽ കൂടുതലാണെങ്കിൽ ഇത് ഏത് ക്യാരക്ടറാണ്? ഇത് ഏതാണ്? അയോണിക് ആണ്. ഏതാണ്? അയോണിക് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു കോമ്പൗണ്ട്, ഒരു സംയുക്തം, അത് അയോണികമാണോ, അതായത് അയോണിക് ക്യാരക്ടറാണോ കോവാലന്റ് ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കുന്നതിന് എന്ത് ചെയ്യണം? നിങ്ങൾ തമ്മിലെ ഡിഫറൻസ് നോക്കുക. ആ കോമ്പൗണ്ടിൽ ആ എലമെന്റുകൾ തമ്മിലെ ഡിഫറൻസ് നോക്കുക. ഇപ്പൊ സോഡിയം ക്ലോറൈഡ് ഞാൻ ഇവിടെ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കുക. സോഡിയത്തിന്റെയും ക്ലോറിന്റെയും നെഗറ്റിവിറ്റി നിങ്ങൾ ടേബിൾ നോക്കിയെടുക്കണം. നിങ്ങൾ ടേബിൾ പരീക്ഷയ്ക്കാണെങ്കിൽ തരും. നിങ്ങൾ എന്നിട്ട് അതിന്റെ വ്യത്യാസം എടുക്കുക. ക്ലോറിൻ്റെത് 3.16 മൈനസ് സോഡിയത്തിൻ്റെത് 0.93. അതിൽ നിന്ന് കുറച്ചെടുക്കുക. കുറച്ചെടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക നോക്കുക. കണ്ടോ, 2.23 എന്ന് കിട്ടും. അപ്പോൾ 1.7ൽ കൂടുതലാണ്. 1.7ൽ കൂടുതൽ വന്നാൽ ഇത് ഏത് ക്യാരക്ടറാണ്? അയോണിക് ക്യാരക്ടറാണ്. ഇപ്പൊ ബാക്കി നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ സാധിക്കുമല്ലോ. ഇതാ മീഥേൻ കൊടുത്തിട്ടുണ്ട്, മെഗ്നീഷ്യം ക്ലോറൈഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ്ടോ ഇവിടെ നാച്ചുറൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സോഡിയം ക്ലോറൈഡ് അയോണിക് ആണ്. കണ്ടോ, 1.7ൽ കൂടുതലാണ്. ഇങ്ങനെ 1.7ൽ കുറവ് വന്നാൽ അത് കോവാലന്റ്. 1.7 1.7ൽ കൂടുതൽ വേണമെങ്കിൽ അത് അയോണിക് ആയിരിക്കും. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യാൻ നിങ്ങളെ പുസ്തകത്തിൽ കിടപ്പുണ്ട്, ഫില്ല് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇങ്ങനെ ഓരോ എലമെന്റിന്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിലിന്റെ പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയില്. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ ലിന്നസ് പോളിംഗ് എന്നൊരു സയന്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. ഈ നെഗറ്റീവ് സ്കെയിൽ എത്ര മുതൽ എത്ര വരെയുള്ള സംഖ്യകളാണ് അടയാളപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ 0 to 4, 0 മുതൽ 4 വരെയുള്ള സംഖ്യകളാണ്. അത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എലമെന്റ് ആരെന്ന് ചോദിച്ചാൽ ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ കടപ്പുണ്ട് 3.98. ഫ്ലൂറിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 3.98 ആണ് ഫ്ലൂറിന്റെ. സാധാരണ ചില ടീച്ചേഴ്സ് 4 എന്നും പറയാറുണ്ട്. അത് കുഴപ്പമില്ല, റൗണ്ട് 4 എന്ന് പറയും. 3.98 ആണ് കറക്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഫ്ലൂറിൻ. ഫ്ലൂറിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന ഓക്സിജൻ ആണ്. ഫ്ലൂറിൻ കഴിഞ്ഞാൽ അടുത്ത ഓക്സിജൻ, ഓക്സിജൻ കഴിഞ്ഞാൽ നൈട്രജൻ. ഇങ്ങനെയാണ് വരുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ക്രമം. അതായത് ഓരോ എലമെന്റിനും നെഗറ്റിവിറ്റി വ്യത്യാസമാണ്. ഓരോ എലമെന്റിനും ഇലക്ട്രോണുകൾ അട്രാക്ട് ചെയ്യാനുള്ള, ഇലക്ട്രോണുകൾ ആകർഷിക്കാനുള്ള പവർ, ശക്തി ഓരോ എലമെന്റിനും വ്യത്യാസമാണ്. ഫ്ലൂറിന്റെ കഴിവില്ല ഓക്സിജൻ, ഓക്സിജന്റെ കഴിവില്ല നൈട്രജന്, ഇങ്ങനെ നൈട്രജന്റെ കഴിവില്ല കാർബണിന്. ഇങ്ങനെ ഓരോ എലമെന്റ് നമ്മൾ നോക്കുക. അതാണ് ഇലക്ട്രോണെ അട്രാക്ട് ചെയ്യാനുള്ള, ആകർഷിക്കാനുള്ള, ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതാത് ആറ്റത്തിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റി അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്കെയിലാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ എത്ര മുതൽ എത്ര വരെയുള്ള സംഖ്യകളാണ് അടയാളപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ 0 മുതൽ 4 വരെയുള്ള സംഖ്യകൾ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആരെന്ന് ചോദിച്ചാൽ ഫ്ലൂറിനാണ്. ഈ പാരഗ്രാഫിന്റെ താഴെ കിടക്കുന്ന സെന്റൻസ് അവിടെ വരച്ചിട്ടുള്ള 2 മീഡിയം. കാരണം 1.7 1.7ൽ കൂടുതൽ വരികയാണെങ്കിൽ അത് അയോണിക് ക്യാരക്ടറും 1.7ൽ കുറവ് വരികയാണെങ്കിൽ അത് കോവാലന്റ് ക്യാരക്ടറും ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വളരെ പ്രധാനപ്പെട്ട ഈ മേഖലകൾ വളരെ ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിലുള്ളതിന്റെ തുടർച്ച. ആദ്യം നമ്മൾ ഭാഗതല്ല മീഥേൻ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, വാട്ടർ. വ്യത്യസ്തമായ 2 ആറ്റങ്ങൾ തമ്മിൽ ചേരുമ്പോൾ നടക്കുന്ന ബോണ്ട് ഏത്? അതായത് കോവാലന്റ് ബോണ്ടിങ് ആണ്. അവിടെ ഇലക്ട്രോൺ ഷെയറിംഗ് ആണ്, പങ്കുവയ്ക്കലാണ്. അതിന്റെ ഡോട്ട് ഡയഗ്രം നിങ്ങൾ വരച്ച് പഠിക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലേക്ക് കയറിയത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഈ ബന്ധനത്തിൽ പങ്കെടുക്കുന്ന,
ഈ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ഇലക്ട്രോണുകൾക്ക് മൂലകങ്ങൾക്ക് എലമെന്റിന് ഇലക്ട്രോണുകൾ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ഓരോ എലമെന്റിന് വ്യത്യസ്തമാണ് നമ്മൾ പഠിക്കും. ആ കഴിവിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള ഇലക്ട്രോൺ പെയേഴ്സ് ജോഡികളെ ആകർഷിക്കാനുള്ള കഴിവിന് ഓരോ ആറ്റത്തിനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അതിനുവേണ്ടി ഒരു സ്കെയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്കെയിലിൽ 0 മുതൽ 4 വരെയുള്ള സംഖ്യകളുണ്ട്. ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഫ്ലൂറിനാണ്. ഫ്ലൂറിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എത്രയെന്ന് ചോദിച്ചാൽ 3.98 എന്നാണ് ഫ്ലൂറിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലെ വ്യത്യാസം അറിയാമെങ്കിൽ ഒരു കോമ്പൗണ്ട് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു കോമ്പൗണ്ടിലെ എലമെന്റുകൾ തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യാസം നോക്കുക. 1.7 7 കൂടുതൽ വരികയാണെങ്കിൽ അത് അയോണിക് ക്യാരക്ടർ ആയിരിക്കും. 1.7 കുറവ് വരികയാണെങ്കിൽ അത് കോവാലന്റ് ക്യാരക്ടർ ആയിരിക്കും. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് നമ്മളുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം ഡൗട്ട് തീർക്കുന്ന ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി സംശയം നമുക്ക് തീർക്കാൻ സാധിക്കും.